ഫസ്റ്റ് സപ്ലിമെൻ്ററി കഴിഞ്ഞിരിക്കുകയാണ്. 6446 സീറ്റുകളായിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നത്. അതിൽ 1200 കുട്ടികൾ ചേർന്നിട്ടില്ല. അത് ICT സെല്ലിൻ്റെ കണക്കുകളാണ്, നമ്മൾ മാനുവലായിട്ട് എടുത്താൽ കിട്ടില്ല നമുക്ക്. അതിന് കാരണം അതിൽ 3300 കുട്ടികൾ പിന്നെ 2 ജില്ലകളിൽ, അതായത് തൃശ്ശൂർ, പാലക്കാട്, അങ്ങനത്തെ 2 ജില്ലകളിലുള്ള കുട്ടികൾ മലപ്പുറത്ത് അപേക്ഷിക്കും. അങ്ങനെ 2 സ്ഥലത്തും അപേക്ഷിക്കാനുള്ള ഓപ്ഷൻ ആ കുട്ടികൾക്കുണ്ട്. അങ്ങനെ കൊടുത്ത കുട്ടികളായിരിക്കാം ഈ 1200 കുട്ടികൾ, അവർ ചേർന്നിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ 1200 സീറ്റുകൾ കൂടി ഇപ്പോൾ വേക്കൻ്റാണ്. അപ്പോൾ 7800-ഉം 1200-ഉം ചേർത്ത് കഴിഞ്ഞാൽ 9000 സീറ്റുകൾ കുട്ടികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സജ്ജമായി അടുത്ത ദിവസങ്ങളിൽ സൈറ്റിൽ വരും. ഇപ്പോൾ 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 1ാം ഘട്ടം കഴിഞ്ഞു. ഇനി ചേർന്ന കുട്ടികൾക്കെല്ലാം ഈ സീറ്റുകളിലേക്ക് കൂടി ട്രാൻസ്ഫർ കൊടുക്കാനുള്ള ഓപ്ഷനാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഈ അനുവദിച്ച 7200 സീറ്റുകളിലേക്ക് കൂടി കുട്ടികൾക്ക് ഓപ്ഷൻ കൊടുക്കാവുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റുകൾ വരും. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇനി അടുത്ത ബാക്കി കുട്ടികൾ പുറത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ സീറ്റ് പുറത്തുണ്ടെങ്കിൽ അതിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്നത്. ഇതിൽ പിന്നെ അടുത്ത ദിവസം തന്നെ അതിനുള്ള ഉത്തരവുകൾ ഇറങ്ങും. അതിന് പിന്നെ നമ്മുടെ ഏകജാലക സംവിധാനം അതിന് സജ്ജമാകും. പിന്നെ താൽക്കാലിക ബാച്ചുകളാണ് അനുവദിച്ചിട്ടുള്ളത്. താൽക്കാലിക ബാച്ചുകൾ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ വന്ന താൽക്കാലിക ബാച്ചുകളൊന്നും പിന്നീട് ഇവിടുന്ന് പോയിട്ടില്ല. സാധാരണഗതിയിൽ താൽക്കാലിക ബാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികൾ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ലല്ലോ. കുട്ടികൾ അവിടെ ചേരാൻ തയ്യാറാണെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾ സ്ഥിരമായിട്ട് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഗവൺമെൻറ് സ്ഥിരപ്പെടുത്തി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ വന്ന കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇങ്ങോട്ട് വന്ന ഷിഫ്റ്റഡ് ബാച്ചുകളും കഴിഞ്ഞ വർഷം വന്ന 54 താൽക്കാലിക ബാച്ചുകളൊന്നും ഇതുവരെ ഇവിടുന്ന് പോയിട്ടില്ല. കുട്ടികളുടെ കുറവ് മലപ്പുറം ജില്ലയിൽ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഈ താൽക്കാലിക ബാച്ച് എന്ന് പറയുന്നത് കൊണ്ട് അത് താൽക്കാലികമാണ് എന്നർത്ഥമില്ല. അത് ഭാവിയിൽ കുട്ടികളുടെ എണ്ണമുണ്ടെങ്കിൽ സ്ഥിരപ്പെടാനുള്ള സംവിധാനമൊക്കെ ഗവൺമെൻറ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് ഇവിടെ പഠിപ്പിക്കുന്ന ആളുകളൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഒരിക്കലും നമ്മൾ ഗസ്റ്റുമാരെ വെച്ച് പഠിപ്പിക്കുന്നുണ്ടെന്ന് ശരി തന്നെയാണ്. പക്ഷേ ഗസ്റ്റുമാരാണെങ്കിലും ഇതേപോലെ തന്നെ PGയും B.Edഉം സെറ്റുമുള്ള അധ്യാപകരെ മാത്രമേ നമ്മളവിടെ നിയമിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ PSC റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പ്രിഫറൻസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും യോഗ്യതയുള്ള കഴിവുള്ള അധ്യാപകർ തന്നെയായിരിക്കും ഈ സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നത്. അല്ലാത്ത അധ്യാപകർക്ക് നമുക്ക് ശമ്പളം കൊടുത്ത് പഠിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അധ്യാപകർക്ക് യോഗ്യതയുടെ കാര്യത്തിലൊന്നും ഒരു കുറവും വരുന്നില്ല. PSC ലിസ്റ്റിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പ്രിഫറൻസ് കൊടുക്കുകയും ചെയ്യും. പിന്നീട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗവൺമെൻറ് മേഖലയിലാണ്. ഇത് സർക്കാരിൻ്റെ ഒരു പോളിസി മാറ്ററാണ്. എന്നിരുന്നാലും ഗവൺമെൻറ് മേഖലയിൽ നമ്മൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ നിയമനങ്ങളൊക്കെ സാമൂഹ്യ നീതിക്കും അതേപോലെ തന്നെ തുല്യനീതി ഉറപ്പാക്കുന്ന രീതിയിലുമായിരിക്കും നടക്കുക. എയ്ഡഡ് മേഖലയിൽ അങ്ങനെയല്ല എന്നല്ല പറയുന്നില്ല. ഗവൺമെൻറ് മേഖലയിൽ എന്തായാലും ആ രീതിയിലാണ് നിയമനങ്ങൾ നടക്കുക. അപ്പോൾ ഭാവിയിൽ PSCക്ക് കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. നമ്മുടെ സമൂഹത്തിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ, പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ ഭാവിയിൽ അത് നല്ലൊരു സംവിധാനമായിട്ട് മാറാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കാൻ കഴിയും.